നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 നവംബർ 26 ചൊവ്വാഴ്ച, അതായത് കൊല്ലവർഷം 1200 വൃശ്ചികം 11 ഉൽപ്പന്ന ഏകാദശി, അതായത് തൃപ്പറയാർ ഏകാദശി എന്ന് പറയുന്ന ആ ഏകാദശി ദിവസം എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആഘോഷങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ ഏകാദശി വ്രതം എടുക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ എന്താണ് ഉൽപ്പന്ന ഏകാദശി അല്ലെങ്കിൽ തൃപ്പറയാർ ഏകാദശിയുടെ പ്രാധാന്യം? വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് നമ്മൾ ഉൽപ്പന്ന ഏകാദശിയായിട്ട് കണക്കാക്കുന്നത്. വൃശ്ചിക മാസത്തിൽ 2 ഏകാദശിയുണ്ട്. അതിൽ കൃഷ്ണപക്ഷ ഏകാദശി തൃപ്പറയാർ ഏകാദശിയും ശുക്ലപക്ഷ ഏകാദശിയും നമ്മൾ ഗുരുവായൂർ ഏകാദശിയുമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ തൃപ്പറയാർ ഏകാദശി ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, അതിന് മുന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. കഥ എന്ന് പറയുമ്പോൾ, മുരാസുരൻ എന്ന് പേരുള്ള ഒരു അസുരൻ, വളരെയേറെ ഇങ്ങനെ അസുരന്മാരെല്ലാം അവർ തപസ് ചെയ്ത് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ദേവന്മാരെയും ജനങ്ങളെയും എല്ലാവരെയും വല്ലാതെ ഉപദ്രവിക്കുമ്പോൾ ബ്രഹ്മാവും മറ്റ് ദേവതകളും എല്ലാവരും കൂടി ചെന്നിട്ട് മഹാവിഷ്ണുവിനോട് സങ്കടമുണർത്തിക്കുകയാണ്. ഭഗവാനെ, നമുക്ക് മുരാസുരൻ്റെ അക്രമം സഹിക്കാൻ പറ്റുന്നില്ല, ഇതിനൊരു സമാധാനം അങ്ങ് കണ്ടേ പറ്റൂ എന്ന് എല്ലാ ദേവേന്ദ്രൻ്റെയും മറ്റ് ദേവകളുടെയും ഒക്കെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാൻ മുരാസുരനുമായിട്ട് യുദ്ധത്തിന് ഏർപ്പെട്ടു. യുദ്ധമെന്ന് പറഞ്ഞാൽ ഘോര യുദ്ധമാണ്, വർഷങ്ങൾ നീണ്ടുപോയി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ, ഈ മുരാസുരന് ആസുര ശക്തി ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ വിശ്രമത്തിനായിട്ട്, അതായത് എനർജി സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗുഹയ്ക്കുള്ളിൽ പോയി ഒളിച്ചിരിക്കും. കുറച്ച് സമയം ഇങ്ങനെ യോഗനിദ്രയിലൊക്കെ കണ്ട് പിന്നീട് പുറത്തേക്ക് വരും, വീണ്ടും യുദ്ധം തുടരും. അങ്ങനെ ഈ കുറച്ച് സമയം മഹാവിഷ്ണുവിനെ കാണില്ല മുരാസുരൻ. അപ്പം മുരാസുരൻ ഇത് മനസ്സിലായി, ഭഗവാൻ എവിടെയോ ഒളിച്ചിരിക്കുവാണെന്ന് മനസ്സിലായിട്ട്, തൻ്റെ ശത്രു എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഈ ഗുഹയ്ക്കുള്ളിൽ വന്നു. അപ്പോൾ ഗുഹയ്ക്കുള്ളിൽ വന്നു, ഭഗവാനാണെങ്കിൽ യോഗനിദ്രയിലാണ്, ഉണരാറായിട്ടുമില്ല. അപ്പോൾ എന്തു ചെയ്യും? ഭഗവാനെ വധിക്കും എന്നുള്ള ഒരു ഇത്, ആ പ്രത്യേക നിമിഷം അതീവ തേജസ്സുള്ള, അതിസുന്ദരിയായ അതീവ തേജസ്സുള്ള ഒരു സ്ത്രീരത്നം അവിടെ പ്രത്യക്ഷപ്പെടുകയും ഈ മുരനെ വധിക്കുകയും ചെയ്തു. മുരാസുരനെ വധിച്ച് ആ കബന്ധവുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്നു. അപ്പോൾ അദ്ദേഹം കണ്ടത് മുരാസുരനെ വധിച്ചിട്ട് ഒരു ദിവ്യ തേജസ്സുള്ള ഒരു സ്ത്രീ നിൽക്കുന്നു, അതീവ തേജസ്സാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ആ തേജസ് കണ്ടിട്ട് ആ സ്ത്രീരത്നത്തിന് ഉൽപ്പന്ന ഏകാദശി എന്ന് പേരിട്ടു. ഉൽപ്പന്ന ഏകാദശി എന്ന് പേരിടുകയും ആ ദിവ്യ തേജസ്സിനെ തന്നോട് ചേർക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ ആ സ്ത്രീരത്നത്തിന് ഉൽപ്പന്ന ഏകാദശി എന്ന് പേരിടുകയും മുരാസുരനെ വധിക്കുകയും ചെയ്ത ആ ദിവസമാണ് തൃപ്പറയാർ ഏകാദശി അല്ലെങ്കിൽ ഉൽപ്പന്ന ഏകാദശി. സാധാരണ എല്ലാ ഏകാദശി വ്രതത്തെ പോലെയും നമ്മൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, അതാണ് ഈ ഉൽപ്പന്ന ഏകാദശിയുടെയും ഫലം. പക്ഷേ ഇവിടെ തൃശ്ശൂരടുത്തുള്ള തൃപ്പറയാർ എന്ന ഗ്രാമത്തിൽ അവിടുത്തെ ശ്രീരാമസ്വാമിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അവിടെ ശ്രീരാമസ്വാമിയുണ്ട്. ശരിക്കും മണ്ഡപത്തിൽ ഹനുമാൻ സ്വാമിയുടെ ചൈതന്യമുണ്ട്. ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമൊന്നുമില്ല, പക്ഷേ മണ്ഡപത്തിൽ ഹനുമാൻ സ്വാമിയുടെ ചൈതന്യമുള്ളത് കൊണ്ട് നമുക്കറിയാം. അവിടെ നോക്കിയാൽ ഇങ്ങനെ നേരെ നമ്മളൊന്ന് ചെന്നൊന്ന് ശിരസ് കുമ്പിട്ടൊന്ന് നോക്കിയാൽ
ആ മണ്ഡപം ഇന്ന് അല്പം ഹനുമാൻ സ്വാമിയുടെ ശക്തി കൊണ്ട് ശകലം ഒരു വിള്ളൽ വന്നതുപോലെ നമുക്ക് തോന്നും. പിന്നെ അതീവ തേജസ്സുള്ള ശ്രീരാമസ്വാമിയുണ്ട്, ശ്രീധർമ്മശാസ്താവുണ്ട്, പിന്നെ ഇതായിട്ട് അവിടെ ഒരു ഗോശാല കൃഷ്ണനുണ്ട്, ഭയങ്കര ഭംഗിയുള്ള ഒരു കൃഷ്ണനുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ. ഈ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ വിഷ്ണുമായ സ്വാമിയുടെ ചാത്തൻ്റെ ഭണ്ഡാരവും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തൃപ്രയാർ ഏകാദശിയുടെ ഭാഗമായിട്ട് ശരിക്കും ദശമി നാളിൽ അവിടുത്തെ ഉത്സവമാണ്. ദശമി നാളിൽ ശാസ്താവിനെ എഴുന്നള്ളിക്കും. അതായത് അവിടെ ശാസ്താവ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ശാസ്താവിനെ എഴുന്നള്ളിച്ചുള്ള പ്രദക്ഷിണമാണുള്ളത്. അത് ദശമി നാളിലാണ്. ദശമി വിളക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഏകാദശിയുടെ തലേ ദിവസം ശാസ്താവിനെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രദക്ഷിണമൊക്കെ ഉണ്ട്. പിന്നെ പിറ്റേ ദിവസത്തെ നിർമാല്യം വളരെ, അതായത് ഏകാദശി ദിവസത്തിലെ നിർമാല്യം വളരെ പ്രാധാന്യമാണ്. പിന്നെ 8 മണിയാകുമ്പോൾ പുലർച്ചെ രാവിലെ, അതായത് ഏകാദശി തിഥിയൊക്കെ തുടർന്ന് പുലർച്ചെ 8 മണിയാകുമ്പോൾ 21 ആനപ്പുറത്ത് ഉത്സവത്തിടമ്പ്, ശ്രീരാമസ്വാമിയുടെ സ്വർണ്ണ വിഗ്രഹം, തങ്ക വിഗ്രഹം, ഉത്സവത്തിടമ്പെന്നാണ് പറയുക. ഉത്സവത്തിന് ആനപ്പുറത്ത് എതിരേൽക്കുന്ന ആ തിടമ്പ് എഴുന്നള്ളിച്ച് നല്ല ഒരു പ്രദക്ഷിണമുണ്ട്. ഒരുപാട് പേർ ഈ ലോകത്തിന് എന്നുവെച്ചാൽ രാജ്യത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ളവർ ഈ ശ്രീരാമസ്വാമിയുടെ ഈ ഘോഷയാത്ര കാണാനായിട്ട് വരും. അതായത് ഈ ആനപ്പുറത്തുള്ള 21 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ഉത്സവം നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ മറ്റൊരു വഴിപാടെന്ന് പറഞ്ഞാൽ അവിടെ ഗോശാല കൃഷ്ണനെ, ഇവിടുത്തെ ശ്രീരാമസ്വാമിയുടെ സാധാരണ ദിവസങ്ങളിൽ അവിടുത്തെ വഴിപാടെന്ന് പറഞ്ഞാൽ താമരമാല വഴിപാട് കഴിക്കാറുണ്ട്, അവൽ നിവേദ്യം കഴിക്കാറുണ്ട്, പാൽപ്പായസം കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ ഗോശാല കൃഷ്ണൻ അതിസുന്ദരനായ കൃഷ്ണനാണ്. ആ ഭഗവാന്റെ ഇടതുവശത്തായിട്ട് വലതുവശത്തായിട്ടാണ് ധർമ്മശാസ്താവ്. ഗോശാല കൃഷ്ണൻ അവിടെ തൃക്കൈ വെണ്ണ അവിടുത്തെ വളരെ വിശേഷമാണ്. നമ്മളിങ്ങനെ ഭഗവാന്റെ കുഞ്ഞി കൈകളിൽ ഇങ്ങനെ വെണ്ണ കൊടുത്തിട്ട് ആ വെണ്ണ നമുക്ക് നിവേദ്യമായിട്ട് അപ്പം തന്നെ തരും. അത് ഭയങ്കര ഒരു അനുഭവമാണ് അവിടെ പോയി ആ തൃക്കൈ വെണ്ണ സഹായിക്കും. പിന്നെ സേവിക്കുന്ന ഒരു ഭയങ്കര അനുഭവമാണ്. പിന്നെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ ഒരു വലിയ കുളമുണ്ട്. ആ കുളത്തിൽ മീനൂട്ട്, അതായത് ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ആദ്യ അവതാരമായ മത്സ്യങ്ങൾക്ക് മീനൂട്ടെന്ന് പറഞ്ഞ വഴിപാട് അരിയും ഇതും കൂടെ ചേർത്ത് ഇങ്ങനെ കവർണത്ത് ഇങ്ങനെ തലയിലാക്കി വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ മേടിച്ച് അവിടെ എടുത്താൽ പിതൃതർപ്പണത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. മത്സ്യത്തിന് ഭക്ഷണം കൊടുത്താൽ നമ്മുടെ സകല ദോഷങ്ങൾ, ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം. അപ്പോൾ ഭഗവാന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യത്തിനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സകല പാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം. നിർമാല്യ ദർശനം, പിന്നെ ചാത്തൻ്റെ ഭണ്ഡാരത്തിൽ പൈസ ഇടൽ, ഇതൊക്കെ അവിടുത്തെ വലിയ വിശേഷങ്ങളാണ്. അതുപോലെ തന്നെ എഴുന്നള്ളിപ്പ്, പ്രാർത്ഥന. പിന്നെ അവിടുത്തെ വെടിയുടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ വെടി പൊട്ടിയാൽ, ശാസ്താവിൻ്റെ നടയുടെ അടുത്തായിട്ടാണ് വെടി പൊട്ടുന്നത്. കൂട്ടവെടിയുണ്ട്, ഒറ്റവെടിയുണ്ട്. അവിടുത്തെ വെടി ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത, കണ്ടു ഞാൻ സീതയെ എന്നുള്ള കണ്ടു എന്നുള്ള ശബ്ദം വെടി പൊട്ടുമ്പോൾ ആ സീതയെ കണ്ട സന്തോഷം, അതായത് ശ്രീരാമൻ സീതാലങ്കയിൽ പോയി അറിയാമല്ലോ. അപ്പോൾ ആ കണ്ടു സീതയെ എന്നുള്ള ഒരു ശബ്ദമാണ് ശരിക്കും പുഴയ്ക്ക് അക്കരയ്ക്ക് കണ്ടു എന്നൊക്കെയാണ് ഒരു വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പോയി സാധാരണ ദിവസങ്ങളിൽ ശ്രീരാമസ്വാമിക്ക് ദർശനത്തിന് പോയി പുലർച്ചെ പോയി അവിടെ ചാത്തൻ്റെ ഭണ്ഡാരത്തിൽ പൈസ ഇട്ട് ഭഗവാനും താമരമാലയൊക്കെ ചാർത്തി അവൽ നിവേദ്യമൊക്കെ കഴിച്ച് ഭഗവാന് ഗോശാലകൃഷ്ണന് തൃക്കൈ വെണ്ണയും കൊടുത്ത് മീനൂട്ട് വഴിപാട് നടത്തി അതുപോലെ ശാസ്താവിന് നീരാഞ്ജനമൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ സകല ദോഷങ്ങളും തീരുമെന്നുള്ളതാണ് വിശ്വാസം. ക്ഷേത്രം കഴിഞ്ഞ് പുറത്തേക്ക് ഗോപുരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ മുരുകൻ്റെ അമ്പലമുണ്ട്, വലിയ ഹനുമാൻ്റെ അമ്പലമുണ്ട്, ദേവിയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ദർശനമൊക്കെ നടത്താം. വളരെ ഈ ശബരിമല കാലത്ത് വൃശ്ചിക മാസത്തിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാരും ഭക്തന്മാരും തൃപ്രയാർ ഏകാദശി നോക്കാത്തവർ വളരെ കുറവാണ്. അവിടെ അന്നദാനമൊക്കെ ഉണ്ട്, അവിടെ ഉത്സവമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവരെല്ലാവരും
തൃപ്പറയാർ ഏകാദശി കൃഷ്ണപക്ഷ വൃശ്ചിക മാസത്തിലെ പൗർണമി കഴിഞ്ഞു വരുന്ന ഏകാദശിയാണ് കൃഷ്ണപക്ഷ ഏകാദശി. ഈ ഏകാദശി വ്രതം ദശമി നാളിൽ ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് കണ്ട് ദശമി നാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസം എടുത്തുകൊണ്ട് ഇനി തീരെ നിവൃത്തിയില്ലാത്തവർ തുളസി തീർത്ഥവും കരിക്കും വെള്ളവും അതുപോലെ തന്നെ അല്പം പഴങ്ങളും മാത്രം സേവിച്ചുകൊണ്ട് വ്രതമെടുത്താൽ ഒരുപാട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതകാലത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ നമുക്കറിയാതെ എന്തെങ്കിലും പാപങ്ങൾ നമ്മുടെ മുൻ തലമുറയിലുള്ളവരാരെങ്കിലും എന്തെങ്കിലും പാപം ചെയ്തെങ്കിൽ നമ്മുടെ മുജ്ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറുമെന്നാണ് വിശ്വാസം. എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചിത്രഗുപ്തൻ ചോദിക്കും അത്രേ, ഏകാദശി നോറ്റിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പടി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകത്രേ. പിന്നെ അഷ്ടമിരോഹിണി നോറ്റവരുണ്ടോ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമെന്നൊക്കെ ഇനി വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി അത് പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഏകാദശി വ്രതവും അഷ്ടമിരോഹിണി വ്രതവും ഈ വ്രതങ്ങൾ എപ്പോഴും പുണ്യം തരുന്നവയാണ്. ഒരു സ്ത്രീരത്നം ഒരു അസുരനെ വധിച്ച് ഭഗവാനെ രക്ഷിച്ച, അല്ലെങ്കിൽ ഭഗവാനെ രക്ഷിക്കുകയല്ല, ഭഗവാൻ അവസരം കൊടുത്തതാണ്. നമുക്കറിയാമല്ലോ, ഭഗവാൻ എപ്പോഴും നമ്മൾക്ക് ഓരോ അവസരങ്ങൾ ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏകാദശിയുടെ മഹത്വം എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾക്ക് തന്ന ഒരു അവസരമാണ് ഈ കഥ ഓർത്തുകൊണ്ട് എല്ലാവരും എല്ലാം നമുക്ക് തരുന്ന, എല്ലാം മോക്ഷം തരുന്ന, പുണ്യം തരുന്ന ഈ ഏകാദശി നാളിൽ കഴിയുന്നത്രയും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ശ്രീരാമജയം ജപിക്കാം, ഓം നമോ ഭഗവതേ വാസുദേവ ജപിക്കാം, ഓം നമോ നാരായണ ജപിക്കാം. പിറ്റേ ദിവസം ദ്വാദശിക്ക്, അതായത് ഏകാദശി കഴിഞ്ഞ് വരുന്ന പിറ്റേ ദിവസം നമ്മൾ തുളസി തീർത്ഥം പാരണ വീടുക എന്നാണ് പറയുക. തുളസി തീർത്ഥമൊക്കെ കഴിച്ച് അവിടുന്ന് ക്ഷേത്രത്തിൽ പോയി തുളസി തീർത്ഥം കഴിച്ച് അവിടുന്ന് കിട്ടുന്ന അവിൽ നിവേദ്യമൊക്കെ കഴിച്ചതിന് ശേഷം മലരും അവിലൊക്കെ നേദിച്ചത് തരും. അത് കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഏകാദശി വ്രതം പൂർത്തിയാവുന്നതെന്ന് പറയുക. ഏകാദശി നാളിൽ ശരിക്കും വ്രതം എടുക്കുന്നവർ ഉറങ്ങാതെ പ്രാർത്ഥനകൾ ചെയ്യണം, വിഷ്ണു സഹസ്രനാമം ചെയ്യണം, ശരിക്കും നമ്മൾ ഭാഗവതം വായിക്കണം, ഭഗവത് കഥകൾ കേൾക്കണം. ഇങ്ങനെയൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ വളരെ വളരെ പുണ്യം കിട്ടും. ഇതിനൊക്കെ സാധിക്കുന്നവർ ചെയ്യൂ, സാധിക്കാത്തവർ വീട്ടിൽ വിളക്ക് കത്തിച്ച് ഒരു തുളസിയിലെങ്കിലും ഭഗവാന്റെ പാദത്തിൽ വെച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ, അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയെ മനസ്സിൽ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യ, അതായത് ശ്രീരാമനാമം 3 പ്രാവശ്യം പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം തുല്യുന്നതിന് പകരമായിട്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ തന്നെ. അതായത് മഹാദേവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്താണ്, പാർവതീദേവിയുടെ സംശയം തീർത്താണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം മുഴുവൻ ചെല്ലാൻ പറ്റില്ലെങ്കിലും രാമ 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 ശ്രീരാമ രാമ 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 എന്നുള്ള ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ ഈ ഉൽപ്പന്ന ഏകാദശി നാൾ, ഈ തൃപ്പറയാർ ഏകാദശി നാൾ ഏറ്റവും സന്തോഷമായി ഭക്തി നിർഭരമായ ഒരു ദിവസമായി തീർന്നുകൊണ്ട് 3 ദിവസവും ദശമി നാളിൽ ഒരു നേരം അരിയാഹാരം കഴിച്ച് വൈകുന്നേരം എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം മുഴുവൻ ഉപവാസം എടുക്കാൻ സാധിച്ചാൽ അത്രയും നന്ന്. പറ്റാത്ത രോഗമുള്ളവർ മരുന്ന് കഴിക്കുന്നവരൊക്കെ അതിനനുസരിച്ചിട്ട് പ്രാർത്ഥനകൾ നടത്തി പിറ്റേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി, ഇല്ലെങ്കിൽ തുളസിക്ക് തീർത്ഥം കൊടുത്തുകൊണ്ട് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ മോക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. എല്ലാ പാപങ്ങളുടെ, അതും നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങളുടെ അളവ് കുറഞ്ഞു വരും. എല്ലാ സൗഭാഗ്യങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.